സന്ധ്യാപ്രാർത്ഥന. സർവശക്തനും സ്നേഹനിധിയുമായ ദൈവമേ, ഈ സന്ധ്യാസമയത്ത് അങ്ങയുടെ സന്നിധിയിൽ ഞാൻ നമിക്കുന്നു. ഇന്നത്തെ ഒരു പകൽ മുഴുവൻ എന്നെ കാത്തുപരിപാലിച്ചതിന് അങ്ങേക്ക് നന്ദി. എന്റെ എല്ലാ കുറവുകളെയും പാപങ്ങളെയും ക്ഷമിച്ച് എന്നെ ശുദ്ധീകരിക്കണമേ. ഈ പകൽ മുഴുവൻ ഞാൻ അനുഭവിച്ച വേദനകളും ദുഃഖങ്ങളും നിരാശകളും ഈ സന്ധ്യയിൽ അങ്ങയുടെ തിരുമുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു. എന്റെ ശരീരത്തിലും മനസ്സിലുമുള്ള എല്ലാ രോഗങ്ങളെയും അങ്ങ് സുഖപ്പെടുത്തണമേ. എന്റെ ഹൃദയത്തിൽ നിറഞ്ഞ ഉത്കണ്ഠകളെയും ഭയങ്ങളെയും അങ്ങ് നീക്കിക്കളയണമേ. ഞാൻ ഉറങ്ങുമ്പോൾ അങ്ങയുടെ സമാധാനം എന്റെ ഹൃദയത്തിൽ നിറയട്ടെ. ഈ ലോകത്തിൽ രോഗം കൊണ്ടും ദുരിതം കൊണ്ടും കഷ്ടപ്പെടുന്ന എല്ലാവരെയും അങ്ങ് ഓർക്കണമേ. അവർക്ക് ആശ്വാസവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ. എന്റെ കുടുംബത്തെയും സ്നേഹിതരെയും എല്ലാ അപകടങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും അങ്ങ് കാത്തുരക്ഷിക്കണമേ. നാളത്തെ ഒരു പുതിയ ദിവസത്തേക്ക് എന്നെ ഒരുക്കണമേ. എന്റെ മനസ്സിനും ശരീരത്തിനും വിശ്രമം നൽകി നാളത്തെ കാര്യങ്ങൾ ചെയ്യാൻ എന്നെ പ്രാപ്തനാക്കണമേ. നാളെയും അങ്ങയുടെ കൃപയും കാരുണ്യവും എന്റെ കൂടെയുണ്ടായിരിക്കണമേ. എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ ഹിതം നിറവേറ്റാൻ എന്നെ പഠിപ്പിക്കണമേ. ഈ രാത്രിയിൽ അങ്ങയുടെ സംരക്ഷണത്തിൽ ഞാൻ സുഖമായി ഉറങ്ങട്ടെ. ഈ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിൽ സ്വീകരിക്കണമേ. ആമേൻ. യോഹന്നാൻ 3:16. ദൈവം ലോകത്തെ ഇങ്ങനെ സ്നേഹിച്ചതുകൊണ്ടാണ് അവൻ തന്റെ ഏകജാതനായ പുത്രനെ നൽകിയത്, അവനിൽ വിശ്വസിക്കുന്നവൻ ഉഞ്ഞുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതെന്നു. വിശ്വാസപ്രമാണം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സ്രഷ്ടാവും സർവശക്തനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ദൈവപുത്രനും ഏകജാതനും സകലേകങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവിനോട് സത്തയിൽ ഏകനും സകലവും താൻ വഴി സൃഷ്ടിച്ചവനും മനുഷ്യരായ നമുക്കുവേണ്ടിയും നമ്മുടെ രക്ഷയ്ക്കായും സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായിത്തീർന്നവനും പീലാത്തോസിന്റെ കാലത്ത് നമുക്കുവേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയിർത്തെഴുന്നേറ്റ് വിശുദ്ധ ലിഖിതങ്ങൾക്കനുസരിച്ച് സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്ത് പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നവനും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ മഹത്വത്തോടെ വീണ്ടും വരുന്നവനുമായ ഈശോമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ രാജ്യത്തിന് അവസാനമില്ല. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നതും പിതാവിനോടും പുത്രനോടും കൂടി ആരാധിക്കപ്പെട്ട് മഹത്വപ്പെടുത്തപ്പെടുന്നതും പ്രവാചകന്മാർ വഴി സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനത്തെ ഞാൻ ഏറ്റുപറയുന്നു. മരിച്ചവരുടെ ഉയിർപ്പും വരാനിരിക്കുന്ന ലോകത്തിലെ നിത്യജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ.